സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. ശരിക്കും എല്ലാ വീഡിയോസിലും പറയുമ്പോൾ തന്നെ സമയം കിട്ടാറില്ല. നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങി എണീക്കുമ്പോൾ മടിയാവും ശരിക്കും പറഞ്ഞാൽ. അതാണ് സത്യം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ബിഗ് ബോസ്. ഇവിടെ ഈ നൂറയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാനായി പോയി ഞാൻ ഗെയിമിൽ കേട്ടോ. ഗെയിമിൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരു എന്തോ പറയാം, അതിൽ പല പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട് നമ്മൾ 3 സ്ത്രീകൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തണമെന്ന്. അത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു നൂറയ്ക്ക്. അനുമോളെ കൊണ്ട് എന്തായാലും പറ്റില്ല, അത് 100% ഉറപ്പായിരുന്നു. ആദിലയിലും എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ വല്ലാണ്ട് അങ്ങ് കയറിപ്പോയി. അതായത് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുകയാണ്. അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഗെയിംസ് എല്ലാം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും, അതായത് ജെൻഡർ വെച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ ഇത്രയും ആണുങ്ങളുണ്ട്. അതായത് എല്ലാം മിക്കതും ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. ഈവൻ വർക്കൗട്ട് മുടങ്ങാതെ ചെയ്യുന്ന സാബുമാൻ, ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് മുടങ്ങാതെ ചെയ്യുന്നത് സാബുമാനാണ്. പുള്ളിക്കാരൻ പോലും പല ഫിസിക്കൽ ടാസ്കിലും തോറ്റുപോയി എന്നതാണ്. എന്നിട്ട് പിടിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി. ആ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഉള്ള ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അക്ബർ, ആര്യൻ, നബിൻ, ഈ 3 ഗ്യാങ് ഉണ്ടല്ലോ, അവർക്ക് തന്നെ ഒരു വലിയ തിരിച്ചടിയായി പോയി. നൂറയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ പെർഫോമൻസ് തന്നെയാണ് ഗെയിംസിൽ. ഇനി ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളതും നൂറ, ആദില, അനുമോള്. എന്ത് വൃത്തികെട്ട ചീപ്പ് ഗെയിംസാണ് അതിൻ്റെ അത് കളിക്കുന്നതെന്നും. മീൻസ് ഓരോന്ന് ആണുങ്ങൾക്കെതിരെ പറയുന്നത്. അതാണ് ഞാൻ ഗെയിമെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ഒരു വൃത്തികെട്ട രീതിയിലായിരുന്നു പല കാര്യങ്ങളും പറയുന്നത്. അതായത് ആര്യൻ്റെ കാര്യം പറയുന്നുണ്ട്, ടാസ്ക്, അതായത് മറ്റേ ഉല്ലാസയാത്ര ടാസ്ക് തുടങ്ങിയപ്പോൾ അനുമോള് എൻ്റെ അമ്മു എന്ത് ഷോ ഇറക്കലാണ്. എന്തൊക്കെ വൃത്തികെട്ട രീതിയിലാണ് ഓരോ അലിഗേഷൻസ് പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ് അനുമോള് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ആര്യനെതിരെ നൂറ എന്തൊക്കെ പറയുന്നുണ്ട്. അതായത് ആര്യൻ ഇങ്ങനെ നോക്കി, അത് ആ സമയത്ത് ഇഷ്ടപ്പെട്ടില്ല, ടാസ്കിൻ്റെ ഇടയിൽ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തായാലും ഞാൻ കണ്ടിട്ടില്ല, ലൈവിലെങ്ങാനും കാണിച്ചെങ്കിലേ ഉള്ളൂ, എപ്പിസോഡിൽ എന്തായാലും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, അതായത് നീ എൻജോയ് ചെയ്തോ, അതുകൊണ്ടാണോ നീ ചിരിച്ചത് എന്നൊക്കെ വൃത്തികെട്ട രീതിയിലാണ് ടോക്കിംഗ് ഒക്കെ അവിടെ. അപ്പോൾ അനുമോളൊരു വാല്യൂഡ് പോയിന്റ് പറഞ്ഞു കേട്ടോ, നീ ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ, ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ നൂറ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അത് നിൻ്റെ അടുത്ത് പറയാൻ മടിക്കും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നൂറ ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. നീ അത് എൻജോയ് ചെയ്തു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആ ഭാഗത്ത്, അതായത് ആദിലയ്ക്ക് പകരം അതൊരു ആണാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, അവ ഇപ്പോൾ എയറിലായിരുന്നേ. അവരൊരു ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ടും അതൊരു പെണ്ണ് പറഞ്ഞതുകൊണ്ടും അതൊരു പ്രശ്നമേ അല്ല അവിടെ. അത് നേരെ തിരിച്ച് ഒരു ആണും പെണ്ണും ഇതിലൊരു ഒരു നോർമൽ റിലേഷൻഷിപ്പ്, ആ രീതിയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ആണ് പെണ്ണിൻ്റെ അടുത്താണ് പറയുന്നത് ഇങ്ങനെ, നീ അത് കണ്ട്, അതായത് നീ അത് ഒരുപാട് എൻജോയ് ചെയ്തോ എന്ന രീതിയിൽ ആണ് പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ എന്തൊക്കെ പുകിലുകളുണ്ടായേനെ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ എന്താ, ഈ അനുമോള് ആരിനെങ്ങനെയെങ്കിലും ദേഹത്ത് തൊടണം, അത് വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യണം. ആ രീതിയിലാണ് അതിൻ്റെ അത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഉല്ലാസയാത്ര എന്ന് പറയുന്ന ടാസ്കിൻ്റെ അകത്ത് ആദ്യം ഡോറ് തുറക്കാൻ വേണ്ടി കൈ ഇങ്ങനെ എന്തോ നീട്ടി അവളുടെ ദേഹത്ത്, അതായത് അനുമോളുടെ ദേഹത്ത് തട്ടിയത് കൂടിയില്ല. അനുമോൾ അവിടെ കിടന്ന് കാണിച്ച ഷോയും എന്തൊക്കെ രീതിയിലുള്ള സംസാരങ്ങളുമാണ് അതിൻ്റെ അകത്ത് സംസാരിച്ചതെന്ന് നിങ്ങൾ കണ്ടതാണ്. അക്ബർ പറയുന്നുണ്ട്, ഇതാണ് അവളുടെ സ്ട്രാറ്റജി, ഇതാണ് അവളുടെ മനസ്സിലിരിപ്പ് എന്ന്. ശരിക്കും കണ്ടുകൊണ്ടിരുന്ന എനിക്ക് തന്നെ ഒരുമാതിരി തോന്നിപ്പോയി, എന്ത് വൃത്തികെട്ട ഒരു ജെൻഡർ കാർഡാണ് അവിടെ ഇറക്കുന്നതെന്ന്. നായികയ്ക്ക് 40 വട്ടം പറയുന്ന ആദിലയും നൂറയും, അതായത് ജെൻഡർ കാർഡ് ഇറക്കല് എന്ന് പറയുന്ന ആദിലയും നൂറ അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. കാരണം ആര്യൻ്റെ കൈ അവിടെ ദേഹത്ത് എവിടെയെങ്കിലും തട്ടിയെങ്കിൽ പിന്നെയും കേട്ടോണ്ടിരിക്കുക, എൻ്റെ ദേഹത്ത് കൈവച്ചു എന്ന് പറയാം. ഇതും വളരെ വൾഗറായ രീതിയിലാണ് പറയുന്നത് തന്നെ. ഈ ഇടയ്ക്ക്, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിനിടയ്ക്ക് ആ ഒരു ടാസ്കിനിടയിൽ, മീൻസ് മറ്റേ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തന്നെയാണ്, അക്ബറിൻ്റെ വിഷയം. അക്ബർ ബസ്സിൽ നിൽക്കും പോലെയാണ് വന്ന് നിൽക്കുന്നതെന്ന്. ഇത്തിരി ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് അനുമോൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. എന്തോന്നടേ ഒരു ടാസ്കിനിടയിൽ അത്രയും, അതായത് എന്തുവാ, നായികയ്ക്ക് 40 തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ, അതൊരു ടാസ്ക്കാണ്. ആ ടാസ്കിൽ എങ്ങനെയെങ്കിലും ജയിക്കാനേ ആളുകൾ നോക്കുള്ളൂ. അല്ലാതെ ബസ്സിൻ്റെ ഇടയിൽ വന്ന് തിരിവും പോലെ വന്ന് തിരിവി നിന്നിട്ട് അവനൊന്നും ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല. അതാദ്യം ഒന്ന് തലയിലോട്ട് കയറ്റുക. ജെൻഡർ കാർഡ് ഇറക്കി
ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ അവിടെ ആണുങ്ങൾക്കും പല രീതിയിലുള്ള ജെൻഡർ കാർഡുകൾ ഇറക്കാം. അപ്പോഴും ലക്ഷ്മി ഔട്ടായിട്ടില്ല. ലക്ഷ്മി അപ്പോഴും പറയുന്നത് എന്താണ്, അനുമോളുടെ മൂക്കിടിച്ചു, സോറി പറ അക്ബർ, സോറി പറ. ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്തായാലും ഔട്ടായി പോയി. ഇനി ലക്ഷ്മിയെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫെയറായിട്ട് കളിക്കുക എന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ കയ്യിലിരുന്ന പാവ മോഷ്ടിച്ചെടുത്ത ഒരാൾ ലക്ഷ്മിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഔട്ടായി പോയ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പറഞ്ഞു പോയ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം നടക്കുമ്പോഴും ആദിലയും നൂറയും അവിടെയുണ്ട്. ജെൻഡർ കാർഡ് ഇറക്കരുത് എന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ട്. അപ്പോഴും വാ തുറന്ന് ഒരക്ഷരം മിണ്ടുന്നില്ല. അതുപോലെ തന്നെ ഷാനവാസിൻ്റെ കേസിൽ അത് എനിക്കിപ്പോഴും വ്യക്തമായില്ല. പെട്ടെന്ന്, അതായത് ആ ഒരു എറിഞ്ഞ പാക്കറ്റ് നെഞ്ചത്ത് കൊണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ആംഗിളിൽ നിന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടതുമില്ല. പെട്ടെന്ന് അങ്ങ് വയ്യാണ്ടായതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആദ്യം എനിക്കും തോന്നി അഭിനയം ആയിരിക്കുമോ എന്ന്. പക്ഷേ ഒരു അഭിനയമായിരുന്നെങ്കിൽ ഇത്രയും ദിവസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഒബ്സർവേഷനിലും കാര്യങ്ങളിലൊക്കെ നിർത്തുമെന്ന്. അത് കണ്ടിട്ട് പോലും നവീൻ പറയുന്നുണ്ട് ആക്ടിങ് ആണ്, ഡ്രാമയാണ്, അതൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അവിടെ ആകെ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 3 പേര് ക്യാപ്റ്റനായത്. എൻ്റെ അമ്പോ, പറയാതിരിക്കാൻ വയ്യ. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും വേസ്റ്റ് ക്യാപ്റ്റൻസി ഞാൻ കണ്ടിട്ടില്ല. 3 പേരുടെ ക്യാപ്റ്റൻസി കൊടുക്കൊണ്ട്, അതായത് 3 പേരും കൂടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് അത് നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഒരാൾക്ക് ഒരഭിപ്രായം, വേറൊരാൾക്ക് വേറൊരഭിപ്രായം. എന്നാൽ നമ്മുടെ അനീഷ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടെ സംസാരിക്കും. ഒരു തലയ്ക്കകത്ത് ഇച്ചിരിയെങ്കിലും വെളിവുള്ള ഒരാൾ അവിടെ മീറ്റിംഗ് വിളിക്കും. എന്താണ് പ്രശ്നം? ഒരു ക്യാപ്റ്റൻ അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഈ 3 പേരും കൂടെ ആദ്യം ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അനുമോൾ എന്തുകൊണ്ട് പാത്രം കഴുകുന്നില്ല, ആ ഒരു റീസൺ ഡിസ്കസ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ അവിടെ സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ടത്. ഇവിടെ വാശിയും ദേഷ്യവും വെച്ചുകൊണ്ടിരുന്നിട്ട് ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ വായിരിക്കുന്ന എല്ലാം കേൾക്കുമാർ വന്ന് എല്ലാ എപ്പിസോഡും പോലെ ആര്യനെ അക്ബറിനെ തലോടിയിട്ട് പോയാൽ ശരിയാവില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ചെയ്യാതിരുന്നാൽ ഓക്കെ, നല്ലതായിരിക്കും. കാരണം അത്രയ്ക്ക് ഹെയ്റ്റാണ് അവർ 3 പേരും കൂടെ അതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെവിൻ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ കാര്യം ഞാൻ പല ഇതിലും പറഞ്ഞതാണ്, ആര്യനും അതുപോലെ അനുമോളും. എനിക്ക് ഇപ്പം വന്ന അനുമോളെ എനിക്ക് ഒട്ടും താല്പര്യമില്ല, കാരണം ഇങ്ങനത്തെ വൃത്തികെട്ട സംസാരം കാരണം. പക്ഷേ നിവിൻ പിറകേ നടന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അനുമോളെ. അത് പറയാതിരിക്കാനും വയ്യ. ബെഡിൽ വെള്ളം കോരി ഒഴിക്കുന്നു, ഫിസിക്കൽ അസോൾട്ട്, ആര്യം പിടിച്ച് അനുമോളെ തള്ളുന്നു. ഇതൊക്കെ അനുമോളായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ അനുമോൾ പ്രതികരിക്കുന്ന രീതി വൃത്തികെട്ട സംസാരമാണ്, വെറും വൃത്തികെട്ട സംസാരം. എന്ത് പറയാനാണ്, എങ്ങനെ കമ്പയർ ചെയ്യാൻ പോലും തോന്നുന്നില്ല ഒരാളുമായിട്ട്. ആ രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് ജെൻഡർ കാർഡ് അങ്ങ് മാക്സിമം ഒരാൾക്കെതിരെ എന്തൊക്കെ അലിഗേഷൻസ് പറയാൻ പറ്റുമോ, ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ പറയാൻ പറ്റുമോ, അതെല്ലാം അനുമോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളം കൊണ്ട് ഒഴിച്ച ദിവസം അവിടെ അത്രയും ബെഡും സോഫയും എല്ലാം ഉണ്ട്. എന്നിട്ട് അനുമോൾ കിടന്നത് ഒരു സോഫയുടെ ഇടയിൽ, തറയിൽ. അതൊക്കെ ആരെ കാണിക്കാനാണ്? PR ടീമൊക്കെ പുറത്ത് കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിനെയൊക്കെ വെളുപ്പിച്ച് കാണിക്കാനായിട്ട്. പൈസ കൊടുത്തതല്ലേ, പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെയൊക്കെ പോയി കിടന്നു കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ ഇടയിൽ ഈ സോഫയുടെയും ഒരു വാളിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ആ ഒരു വലിയ സോഫയിൽ അനുമോൾക്ക് കിടക്കാവുന്നതേ ഉള്ളൂ വേണമെന്ന് വെച്ചാൽ. എന്നിട്ട് അവിടെ കിടക്കത്തില്ല, തറയിൽ കിടക്കുന്നു. സിമ്പതിക്ക് വേണ്ടിയാണ്. അതും എന്തുവാ, ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ പോലും നേരെ പെർഫോം ചെയ്യുന്നില്ല. ആ നൂറയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, 100 ഗെയിം കളിച്ച് പൊളി, ഒന്നും പറയാനില്ല, വേറെ ലെവൽ തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. 100 കളിച്ച് ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡിസേർവിങ് ആണ്, അല്ലെന്നാണ് ഞാൻ പറയുന്നത്, ഡിസേർവിങ് ആണ്. അതുപോലെ ഇപ്പം പല അപ്ഡേറ്റ്സും വരുന്നുണ്ട്, ആര്യൻ ഔട്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതലും ഞാൻ അപ്ഡേറ്റ്സ് എല്ലാം തപ്പിപ്പോയപ്പോഴും അത് തന്നെയാണ് അറിഞ്ഞത്, ആര്യൻ ഔട്ടായി എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ആര്യൻ്റെ കയ്യിലിരിപ്പം അഹങ്കാരം വെച്ച് ഔട്ടായി പോകേണ്ട ഒരാൾ തന്നെയാണ്. ഇത്ര നാൾ നിലനിന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചു ഗിസേലിന് മുമ്പേ ഔട്ടാവുമെന്നാണ്. കാരണം ഗിസേലിൻ്റെ സാരിത്തുമ്പം പിടിച്ച് നടക്കുന്നതല്ലാതെ അവിടെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗിസേൽ ഔട്ടായ ശേഷമാണ് ആര്യൻ എന്ന ഗെയിം കളിച്ച് വന്നത്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റും. പല ഗെയിമുകളും കളിച്ചു ജയിച്ചു മുന്നേറി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഒരു ബിഗ് ബോസ് വിന്നറാവാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന്. കാരണം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ആദ്യം മുതൽ ഒരു ഹെയ്റ്റ് എനിക്ക് എൻ്റെ മനസ്സിൽ ആര്യനെതിരെ ഉണ്ടായി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം.
മേ ബി എന്തായാലും ആര്യൻ ഔട്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ. ലാലേട്ടൻ വരുമ്പോൾ പല അപ്ഡേറ്റ്സ് ഗ്രൂപ്പിലും പലരുമായിട്ട് പല മെസ്സേജസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ എല്ലാവരും പിടിച്ച് കുടയുന്നുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്സ്. എനിക്കറിയില്ല കറക്റ്റായിട്ട്, നമുക്ക് നോക്കാം എന്തായാലും. കാരണം പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. ഒന്നും ഇങ്ങനെ വിട്ട് കളഞ്ഞിട്ട് മിക്ക എപ്പിസോഡ്സിലും ഒരു ചീത്തപ്പേരുണ്ട്. അക്ബറിനെയും ആര്യനെയും വെളുപ്പിക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ വരുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കും തോന്നിയിട്ടുണ്ട്. അനുമോളൊക്കെ പറയുന്ന കാര്യം പരമപുച്ഛത്തോടെ പല സമയവും ലാലേട്ടൻ കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നുകിൽ അനുമോൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും എന്തുവാ ആര്യനെയും അക്ബറിനെയും വെളുപ്പിച്ച് കാണിക്കാൻ വേണ്ടി. പക്ഷേ നിവിൻ്റെ കാര്യം അത് പ്രൊമോയിലൊക്കെ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ പറയുന്നുണ്ട് ഐ വിൽ മേക്ക് എ കോൾ ഓൺ യു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എൻ്റെ സ്പേസാണ്, വേണമെങ്കിൽ അതായത് ലാലേട്ടൻ ഉദ്ദേശിച്ചത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നിന്നെ ഇപ്പോൾ പുറത്ത് കളയാം, അത്രയാണ് ഉദ്ദേശിച്ചത്. അത് മാത്രമാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് കണ്ടറിയാം എന്താണ് പറയാൻ പോകുന്നത്. പിന്നെ ഷാനവാസിൻ്റെ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നാണ് അറിഞ്ഞത്. കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന്. ലാലേട്ടൻ എല്ലാ കാര്യവും എടുത്തു വെച്ച് ഫയർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ജെൻഡർ കാർഡ് ഇറക്കണം, പ്രത്യേകിച്ച് ഈ ജെൻഡർ കാർഡും ഈ അനുമോളുടെ വൃത്തികെട്ട സംസാരവും. ഈ മൂന്ന് ഗേൾസ് ഓരോ കോർണറിൽ പോയിട്ടിരുന്നിട്ട് അവരുടെ വൃത്തികെട്ട ഡബിൾ മീനിങ്ങും വളിക്കഥകളും ഇതെല്ലാം അവരതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോഴൊന്നും ഒരു ജെൻഡർ കാർഡ് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും ടാസ്കിൻ്റെ ഇടയിലോ ഏതെങ്കിലും ഒരു സംഭവം നടക്കുന്ന ഇടയിലോ കൈയൊന്ന് തട്ടി അപ്പം തുടങ്ങും, ദേഹത്ത് തൊട്ടു, അങ്ങനെ തൊട്ടു, ഇങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞ്. അത് അപ്പോഴും റേസ് ചെയ്യൂല. വേറെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിരുന്ന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് അപ്പോഴങ്ങനെ തോന്നി, ഇപ്പോഴിങ്ങനെ തോന്നി. അത് വെറും വൃത്തികെട്ട രീതിയാണ് അത് പറയുന്നത് തന്നെ. കേൾക്കുമ്പോൾ തന്നെ തൊലി വിരിയും. അതുപോലെ എന്തു പറയാമെന്ന അനീഷും അനീഷ് അതിൻ്റെ അകത്ത് ആകെ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മീറ്റിംഗ് വിളിക്കാം. ഇത്രയും കാലത്തിനിടയിൽ ശരിക്കും പറഞ്ഞാൽ സമാധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ അതാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. നമുക്ക് എല്ലാവർക്കും ഒരു മീറ്റിംഗ് വിളിക്കാം. മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യാം. അത് പറഞ്ഞപ്പോൾ ആരും പറയുന്നത് നിങ്ങൾ ബഹളം ഉണ്ടാക്കി എണീറ്റ് പോകും, അല്ലെങ്കിൽ ആരും ഒന്ന് ചിന്തിച്ചാൽ മതി. അവർ ക്യാപ്റ്റനാണ്. ആ 3 പേരും ക്യാപ്റ്റനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തങ്ങൾ ക്യാപ്റ്റൻസിനാണ്. അതൊന്നും മനസ്സിലാക്കാതെ വാശിയും ദേഷ്യവും വെച്ചിട്ട്, കാരണം ഇത് അവർക്ക് തന്നെയാണ് നെഗറ്റീവായിട്ട് പുറത്തോട്ട് പോകുന്നത്. ആ ഒരു ചിന്ത അവരുടെ ഇതിലോട്ട് പോകുന്നതേ ഇല്ല. ഇത് വിളിച്ചിട്ട് എന്താണ് പ്രശ്നം, ഇതാണോ പ്രശ്നം, നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ മാറ്റി നോക്കാം. കാരണം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വരുമ്പോൾ ആ ഒരു ഹൗസിൻ്റെ ഉത്തരവാദിത്തം ഫുള്ള് നോക്കണം. അതും ഒരാളല്ല, 3 പേരാണുള്ളത്. അതിനുള്ളൊരു യുക്തി, ഒരു ചിന്ത പോലും അവർക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് പൊട്ട ഗെയിമായിരിക്കും. അവർ 3 പേരും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന അനുമോളിലാണ്. ഈ അനുമോളെ ഇവർ 3 പേരും കൂടെ ആദ്യം അനുമോളെ ടാർഗറ്റ് ചെയ്യും. ആദ്യമൊക്കെ ഞാൻ പല വീഡിയോസിലും പറയുന്നതാണ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും ഒരു രസം കയറി. പിന്നെ അത് സിമ്പതിയാവും. പിന്നെ അനുമോൾക്കായിരിക്കും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. അത് ഇത്രയും നാളായിട്ട് അതിൻ്റെ അകത്തുള്ളവർക്ക് മനസ്സിലായില്ല എന്നാണ്. അനുമോൾക്ക് അവരായിട്ട് ആ 3 പേരും കൂടെ അനുമോൾക്കാണ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഫുഡിന് വേണ്ടിയാണ് ഈ 2 പേര് ഫുഡ് ഉണ്ടാക്കുന്നത്, 2 അടുക്കള, എന്തൊക്കെയോ ബഹളമാണ് അതിൻ്റെ അകത്ത്. 3 ക്യാപ്റ്റൻസ് ഉണ്ട്. 3 ക്യാപ്റ്റൻസും കൂടെ ഇരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് 3 പേരും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞ് അങ്ങ് നിൽപ്പുണ്ട്. ഇതെല്ലാം ഇവർക്ക് നെഗറ്റീവായിട്ടാണ് പുറത്ത് പോകണതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അക്ബർ അത്യാവശ്യം നല്ല പ്ലെയറാണ്, ആര്യനായാലും നല്ല പ്ലെയറാണ്, നിവിനായാലും നല്ല എൻ്റർടൈൻമെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നത് പോലെ ഇപ്പം അധികമായാലും അമൃതും വിഷം എന്നൊക്കെ പറയും പോലെ എൻ്റർടൈൻമെൻറ്റ് ഇച്ചിരി കൂടിപ്പോയി നിവിൻ കട്ട് തിന്നൽ അത് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ പേരിലൊക്കെയാണ് അവിടെ അടിയാവുന്നത്. എന്നിട്ട് അവിടെ അടി ഉണ്ടാകുമ്പോൾ നിവിനൊരു അക്ഷരം മിണ്ടുന്നില്ല, അപ്പുറത്ത് പോയി മാറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അതായത് ആര്യനും അക്ബറും അവിടെ ചീത്തവിളി കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിവിൻ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോഴുപോലും ആര്യനും അക്ബറിനും മനസ്സിലാവുന്നില്ല അവന് വേണ്ടിയാണ് ഈ ചീത്തവിളി കേൾക്കുന്നതെന്ന്. അവനൊരു അക്ഷരം മിണ്ടുന്നില്ല, അവൻ സേഫ് ഗെയിം കളിച്ച് അവിടെ പോയിരുന്നു. അതുപോലും ചിന്തിക്കുന്നില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും ബഹളമായിട്ട് നടക്കുന്നതല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല ഈ ക്യാപ്റ്റൻസി. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും വേസ്റ്റ് ക്യാപ്റ്റൻസി ആയിരുന്നു ഈ 3 പേരുടേത്. വെറും ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് അല്ല, ഒരു നിലപാടില്ലാത്ത, അതായത് 2 പേർക്ക് ഒരു നിലപാടെങ്കിൽ 3ാമത്തെ പേര് മാറ്റി പറയും. നിവിൻ്റെ കാര്യം
നിവിൻ ഇപ്പോൾ പറയും കിച്ചണിൽ നിന്ന് ആരും കുക്ക് ചെയ്യാൻ പാടില്ല, സാധനങ്ങൾ എടുക്കാൻ പാടില്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ആ റൂള് മാറ്റി എടുത്തോന്ന്. തോന്നിയ പോലെയാണ് മാറ്റുന്നത്. പക്ഷേ എന്നാൽ ബാക്കി രണ്ട് ക്യാപ്റ്റൻസ് അത് അക്സെപ്റ്റ് ചെയ്യുമില്ല. അവർ തമ്മിൽ തന്നെ ഒരു കോർഡിനേഷൻ ഇല്ല ആദ്യമേ പറയാനായിട്ട്. അപ്പം എപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇത്തരം പ്രശ്നം ഉണ്ടായത്. അപ്പം പറയാനുള്ളതൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. എന്തായാലും ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ കാണാം നമുക്ക് ആർക്കൊക്കെ കിട്ടും, ആരൊക്കെ ഔട്ടായെന്ന്. ആര്യൻ ഔട്ടായെന്നാണ് ഇപ്പോഴും പല റിപ്പോർട്ട്സും വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രയൊക്കെ തന്നെയാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നത്.